ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ടാണ് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതെന്താണെന്നുള്ളതും അതുപോലെ തന്നെ അതെന്തു കാരണത്താലാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നുള്ളൊരു ടേമിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്ഷൻ പ്രോപ്പർ ആയിരിക്കില്ല, അതിലൊരു ബുദ്ധിമുട്ടുണ്ടാകുക. അത് മൂലം സെക്ഷലി ഇന്റർകോഴ്സ് ഉണ്ടാകുന്ന സമയത്തായാലും അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത അവസ്ഥ, അത് നടക്കാത്ത ഒരവസ്ഥ, അങ്ങനെയുള്ളൊരു ബന്ധത്തിലേക്ക് തന്നെ അത് തീരെ തന്നെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിൽ കാണുന്നത്. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കൂടുതലും വയസ്സ് കൂടുന്നതിനനുസരിച്ചാണ് പുരുഷന്മാരിൽ കൂടുതലായിട്ട് കാണുന്നത്. എന്ന് വെച്ച് ഒരു ചെറിയ പ്രായത്തിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊന്നും ഇത് വന്നുകൂടാ എന്നൊന്നുമില്ല. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും വരാം. പക്ഷെ കൂടുതലായിട്ടും ഏജ് കൂടുന്നതിനനുസരിച്ചാണ് ഇതൊരു പ്രശ്നമായിട്ട് തന്നെ വരാറ്. അപ്പൊ ഇതിന്റെ കോസസിലേക്ക് നമുക്ക് പോവാം. എന്ത് കാരണത്താലാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ കോസസ് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഇത് ഫിസിയോളജിക്കലി, ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങൾ കാരണം വരാം. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ളതും ഇതിനെ എഫക്ട് ചെയ്യുന്നതാണ്. ഇത് മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ട്, ലൈഫ് സ്റ്റൈലും കൂടെ ഇതിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഫിസിക്കൽ ആയിട്ടുള്ള എഫക്ട് ചെയ്യും, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ളത് എഫക്ട് ചെയ്യും, അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈലും എഫക്ട് ചെയ്യും. അപ്പൊ ഇതിൽ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഫിസിക്കലായിട്ട് എന്തൊക്കെ കാരണങ്ങൾ വരാം. ഒന്നാമത് കാർഡിയോവാസ്കുലർ ആയിട്ട് എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ എത്തറോസ്ക്ലീറോസിസ് എന്നുള്ള അവസ്ഥ. ആർട്ടറീസ് ഉണ്ടാവില്ലേ, ആർട്ടറീസിൽ എന്തെങ്കിലും ഒരു കട്ടി കൂടി നിൽക്കുന്നതിനെയാണ്, തിക്കൻഡ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് എത്തറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും, പെനിസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വളരെയധികം കുറയുകയും ചെയ്യും. പിന്നെ മറ്റൊരു കോസാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്, ഷുഗർ പേഷ്യൻസിന്. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നെർവ്സിന് അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിനൊക്കെ ഡാമേജ് ചെയ്യും. അപ്പൊ ഇതൊക്കെ ഇറക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, ഈ നെർവ്സും ബ്ലഡ് വെസൽസും ഒക്കെ. അപ്പൊ അതിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറക്ഷൻ സംഭവിക്കുന്നില്ല അവിടെ. പിന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ, BP കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇതും ബ്ലഡ് ഫ്ലോനെ വളരെയധികം കുറയ്ക്കുന്നതാണ്, ബ്ലഡ് വെസൽസിനെ എഫക്ട് ചെയ്യുന്നതും കൂടിയാണ്, ഡാമേജ് ചെയ്യും. പിന്നെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ സ്ട്രോക്ക് വരാം, പാർക്കിൻസോണിസം വരാം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാം. പിന്നെ ഉള്ളത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഹോർമോണിന്റെ വ്യതിയാനം കാരണം നമുക്ക് സംഭവിക്കാവുന്നതാണ്. ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവ് വളരെയധികം കുറയുന്ന ഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കാം. പിന്നെ തൈറോയിഡ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബിസിറ്റി ഇതിനൊരു ഫാക്ടറാണ്. അപ്പൊ ഈ ഒബിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് കാർഡിയോവാസ്കുലർ അസുഖങ്ങൾ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ഡയബറ്റിസ്. അപ്പൊ ഈ അമിതമായിട്ടുള്ള വണ്ണം ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഈ കാർഡിയോവാസ്കുലർ ഡിസീസ്, അതുപോലെ തന്നെ അതിനോടൊപ്പം ഹോർമോണൽ ഇംബാലൻസും കൂടെ ചേർന്ന് വരുന്ന ഒരു അവസ്ഥയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും ഇതിൽ. പിന്നെ ചില ഘട്ടങ്ങളിൽ ചില ആൾക്കാർക്ക് ചില തരം മെഡിസിൻസ് എടുക്കുന്നതിന്റെ കാരണത്താൽ ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ സംഭവിക്കുന്നതായിട്ട് കാണാറുണ്ട്. ആന്റി ഡിപ്രസൻസ് കഴിക്കുന്ന ആൾക്കാരിൽ, ബ്ലഡ് പ്രഷറിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളിൽ, ചില കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്നതായിട്ടുള്ള കീമോതെറാപ്പിയുടെ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു അതിന്റെ എഫക്റ്റ് ആയിട്ട് വരാം. ആന്റി ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊക്കെ അപ്പുറമായിട്ട് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ടൊബാക്കോ, സിഗരറ്റ് സ്മോക്കിംഗ്, അല്ലെങ്കിൽ ആൽക്കഹോൾ ആവട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും ഇതിനെ എഫക്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ബ്ലഡ് വെസൽസിനെയൊക്കെ ഡാമേജ് ചെയ്യുക മാത്രമല്ല, നെർവിന്റെ സിഗ്നൽസ് പാസ് ചെയ്യില്ലേ, ഈ സിഗ്നൽസ് പാസ് ചെയ്യുന്ന തന്നെ എഫക്റ്റ് ആക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള സ്മോക്കിംഗ്, ആൽക്കഹോൾ കഴിക്കുക, അങ്ങനത്തെ ഒക്കെ ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്വിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം അതൊക്കെ നല്ല രീതിയിൽ ഇതിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ സൈക്കോളജിക്കലി വരുമ്പോൾ, മാനസികമായിട്ട് അല്ലെങ്കിൽ മെന്റൽ തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ആണ്. ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ കാര്യങ്ങൾ ഉണ്ടാവുക, ആങ്സൈറ്റി ഉണ്ടാവുക, പ്രത്യേകിച്ച് എങ്ങനെ സംഭവിക്കുന്നത്, മര്യാദയ്ക്ക് നടക്കുമോ, ഈ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ആയിരിക്കുമോ എന്നുള്ളതിനെ ഓർത്തിട്ടുള്ള ആങ്സൈറ്റി, ഡിപ്രഷൻ. പിന്നെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനെ എഫക്ട് ചെയ്തേക്കാം. പിന്നെ മുന്നെന്തെങ്കിലും ട്രൊമാറ്റിക് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെതും എഫക്ട് ചെയ്തേക്കാം. പിന്നെ അടുത്തതാണ് നമ്മുടെ മൂന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചില കാരണവും ഇങ്ങനെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ സംഭവിക്കാം.
അതിൽ ഒന്നാമത്തെ ഇടം സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടുള്ള ജോലി, നിങ്ങൾ IT പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഏതെങ്കിലും ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഇരുന്നുകൊണ്ട് നിങ്ങൾ സിസ്റ്റത്തിന് മുന്നിൽ യൂസ് ചെയ്യുന്നതായാലും എങ്ങനെയായാലും ഫുള്ളി നിങ്ങൾ ഇരുന്നുകൊണ്ടുള്ള ഒരു ജോലിയാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് കായികമായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളൊന്നും ഫിസിക്കലി കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇത് എഫക്റ്റ് ചെയ്തേക്കാം. ഇതൊരിക്കലും കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ ഹെൽത്തിന് നല്ലതല്ല, ഹാർട്ട് ഹെൽത്തിന് നല്ലതല്ല ഇങ്ങനെ സെഡൻഡറി ആയിട്ട് ഇങ്ങനെ ഇരിപ്പിനിരിക്കുന്നത്. ചെറിയ എക്സസൈസ് ഒക്കെ വേണം നമ്മുടെ ബോഡിക്ക്. പിന്നെ ലൈഫ് സ്റ്റൈലിൽ തന്നെ നമുക്ക് വരാവുന്നത് തന്നെയാണ് മുന്നേ പറഞ്ഞതുപോലത്തെ പോയിന്റാണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ബ്ലഡ് വെസൽസിനെ സ്വാഭാവികമായിട്ട് നശിപ്പിക്കുന്നുണ്ട്, ഡാമേജ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സസീവായിട്ട് ഉണ്ടാകുന്ന ആൽക്കഹോളിന്റെ കൺസപ്ഷൻ കാരണം അത് പ്രശ്നമാവാറുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഏജ് കൂടുന്ന സമയത്ത് എന്തുണ്ടാകുന്ന വെച്ചാൽ ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവൽ കുറച്ചായിട്ട് കുറഞ്ഞു വരും. അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അപ്പൊ ഇതുകൊണ്ടും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ സംഭവിക്കും. ഏജ് കൂടുന്ന സമയത്തും ഇതിനൊരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് കോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലെ നിങ്ങൾ കാണുന്ന സമയത്ത് ഒരു മെഡിക്കൽ ഹിസ്റ്ററി, നമ്മൾ ഒരു ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. അതിനോടൊപ്പം തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയെന്നിരിക്കാം, ബ്ലഡ് ടെസ്റ്റ് നടത്തിയെന്നിരിക്കാം. ഇനി അതും പോരാതെ സൈക്കോളജിക്കൽ തലത്തിലാണോ കോഴ്സ് എന്ന് അറിയാൻ വേണ്ടി സൈക്കോളജിക്കലി വേണമെങ്കിൽ എക്സാമിനേഷൻ നടത്തിയെന്നിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്കൊരു ഡയഗ്നോസിസിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതെങ്ങനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, കോഴ്സായിട്ട് വന്നതാണ് ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ. ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. നമ്മൾ ചെയ്യേണ്ടത് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് നോക്കുക, വെയിറ്റ് അത്യാവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നോക്കുക, എക്സസൈസ് ചെയ്യുക, സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ആൽക്കഹോളിന്റെ കൺസപ്ഷൻ കുറച്ച് കൊണ്ടുവരിക. പിന്നെ ഒബ്വിയസ്ലി മെഡിസിൻ്റെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ മെഡിസിനും. അപ്പൊ ഇതാണ് ജസ്റ്റ് ബ്രീഫ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്താണെന്നും അത് എന്ത് കാരണം വരുന്നു എന്നും അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് ഹെൽപ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്തും കൊടുക്കുക. ഇതുപോലുള്ള എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലോ അതല്ല നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഒരിക്കലും കോൾ ചെയ്താൽ കിട്ടുന്നതല്ല, ഓൺലി വാട്സപ്പ് ആണ്. വാട്സപ്പ് മാത്രമേ നമ്മൾ അതിൽ വേറെ ഒന്നിനും റെസ്പോണ്ട് ചെയ്യാറില്ല. വാട്സപ്പ് മെസ്സേജസിന് മാത്രമേ റെസ്പോണ്ട് ചെയ്യാറുള്ളൂ. സോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ വാട്സാപ്പിൽ റിപ്ലൈ ചെയ്യാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ മേക്ക് യൂസ് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു താഴെ കാണുന്ന ലിങ്കിൽ അമർത്തിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അതിനകത്തേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ യു ക്യാൻ ഓൾസോ ആസ്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ട് ടോപ്പിക്സിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറയാവുന്നതാണ്. ഇനി ഗ്രൂപ്പിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ടെക്സ്റ്റ് ഡയറക്റ്റ്ലി വാട്സാപ്പിൽ നിങ്ങൾക്ക് ടോപ്പിക് സജഷൻ ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ആ ടോപ്പിക്സ് ഞാൻ ഇഫ് ഇറ്റ് ഇസ് റിലവൻറ്റ് ഞാനത് ഉറപ്പായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ ആ ഒരു നമ്പറിൽ, ഗിവൻ നമ്പർ, വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്. ഇഫ് എ പേഴ്സൺ നീഡ്സ് മെഡിസിൻ്റെ ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺസൾട്ട് ചെയ്യുന്നു, കൺസൾട്ട് ചെയ്തതിന് ശേഷം മെഡിസിൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മാത്രം മതി. കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും, കാരണം കുറേ പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പം അത് ചിലപ്പം നിങ്ങളോട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അത് ഭയങ്കര ക്ലാഷ് ഉണ്ടാക്കും, കൺഫ്യൂഷൻസും ഉണ്ടാക്കും. അപ്പോൾ വാട്സാപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.